ഹലോ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എൻ്റെ പേര് സ്നേഹ. ഞങ്ങൾ താമസിക്കുന്ന ഇറ്റലിയിലെ മിലാനിലാണ്. എന്തിനാ ഇങ്ങനെ അറിയാവുന്ന കാര്യം വീണ്ടും പറയുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ചാനലിൽ ഓരോ ദിവസം ചെല്ലുന്നതോടും നമ്മുടെ പുതിയ അംഗങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോയുടെ താഴെയും സ്ഥിരമായിട്ട് വരുന്ന കമൻറ്റുകളാണ് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, നിങ്ങളുടെ പേരെന്താണെന്നൊക്കെ. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. അപ്പോൾ അറിയാവുന്നവർ ഇതൊക്കെ അങ്ങ് ഓടിച്ചു വിട്ടേരെ കേട്ടോ. അപ്പോൾ പതിവ് പോലെ ഇന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്ക് സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? ഇന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് 1 കപ്പ് അപ്പം പൊടിയോ ഇടിയപ്പം പൊടിയോ പത്തിരിപ്പൊടിയോ ഏതായാലും, പുട്ടുപൊടി എടുക്കാതിരുന്നാൽ മതി. 1 കപ്പ് അപ്പം പൊടി എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് തന്നെ നല്ല ചൂടുള്ള അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതങ്ങ് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. സ്പൂൺ ഉപയോഗിക്കാൻ കാരണം അറിയാലോ, നല്ല തിളച്ച വെള്ളമാണ്, കൈകൊണ്ട് ഇപ്പോൾ കുഴയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അല്പാൽപമായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് അതങ്ങ് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ 1 കപ്പ് അപ്പം പൊടിക്ക് 1 കപ്പ് വെള്ളമെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ എടുക്കുന്ന പൊടിയുടെ ആ ഒരു ഇതനുസരിച്ച് പറഞ്ഞതാണ് കേട്ടോ. അതിന് ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അല്പാൽപമായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞത്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം, നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ. എന്നിട്ടത് ചെറിയ ചെറിയ ഉണ്ടകളായിട്ടങ്ങ് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഉണ്ട കണക്ക് തന്നെ വരുന്നില്ല, ഞാൻ ഉരുട്ടിയപ്പോൾ വേറെ ഏതോ ഒരു ടൈപ്പ് ഷേപ്പാണ് വന്നത്. അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലേക്കും മാറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് വലിപ്പം വേണ്ട, തീരെ ചെറുതും ആവേണ്ട, ഒരു ഇടത്തരം വലിപ്പത്തിന് വേഗം വേഗം അങ്ങ് ഉരുട്ടിക്കൊള്ളുക. അപ്പോൾ ഞാൻ ഒരു മീഡിയം വലിപ്പത്തിലാണ് ഉരുട്ടിയിരിക്കുന്നത്, പെട്ടെന്ന് പണി കഴിഞ്ഞില്ലേ. അപ്പോൾ ഇത് 2 പേർക്ക് കഴിക്കാനുള്ളൊരു അളവിനാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ പല ഷേപ്പിലുള്ള ഉണ്ടകളൊക്കെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പയ്യെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മൾ സാധാരണ പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരല്പം ജീരകം, നമ്മുടെ സാദാ ക്യുമിൻ സീഡ്, സാദാ ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം മൂത്ത് വന്നു കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഒരു സവാള തന്നെ ധാരാളമാണ്, അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞങ്ങ് ചേർത്ത് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള ഒരുപാടങ്ങ് വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് നന്നായിട്ട് വാടി വന്നാൽ മതി. അത് വാടി വന്നു കഴിയുമ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർക്കുക. അതിന് ശേഷം നമുക്ക് ഒരു തക്കാളി, ഞാനൊരു കുഞ്ഞു തക്കാളിയാണ് എടുത്തിട്ടുള്ളൂ, അതും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. സവാളയും തക്കാളിയും വഴണ്ടി വരുന്നതിൻ്റെ ഒപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ തക്കാളി നന്നായിട്ട് വഴണ്ടി കിട്ടണേ. തക്കാളി കൂടെ വഴണ്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരല്പം മഞ്ഞൾപ്പൊടി, നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മസാലപ്പൊടികൾ തന്നെ. അതിൻ്റെ അകത്ത് നമുക്ക് മല്ലിപ്പൊടി വളരെ കുറച്ചളവിൽ മാത്രം മതി. ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ച് ആ പൊടികളുടെ പച്ചമണം മാറുന്നേരം വരെ അങ്ങ് വഴറ്റുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 2 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പൊടിക്ക് 2 കപ്പ് ചൂടുവെള്ളം. അപ്പോൾ പൊടിയുടെ അളവ് കൂടുകയാണെങ്കിൽ നമ്മുടെ വെള്ളത്തിൻ്റെ അളവും കൂട്ടാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉണ്ടകൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാ ഉണ്ടകളും ആ ഒരു വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് മാറ്റി കൊടുക്കാനേ പാടുള്ളൂ. സാധാരണ ഇട്ട് നമ്മൾ വഴറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഇളക്കുന്ന പോലെ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉണ്ട പൊട്ടിപ്പോകാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ ഇപ്പോൾ കണ്ട ആ ഉണ്ടയ്ക്ക് ഇങ്ങനെ നിരപ്പിലാണ് നമ്മുടെ വെള്ളം കിടക്കുന്നത്. ഇനി നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച ശേഷം നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇളക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ പയ്യെ അടിയിലൊന്നും പിടിക്കരുതെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രമേ ഇളക്കാവുള്ളൂ, അല്ലാതെ നമ്മളിങ്ങനെ കുഴച്ച് മറിച്ച് ഇളക്കരുത്. കാരണം ഈ അരി ഉണ്ടകൾ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ഇടയുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇത് ഫുള്ളങ്ങ് കലങ്ങിപ്പോവും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് വെള്ളം ഒന്ന് തിളച്ച് വറ്റി തുടങ്ങിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് ഒന്നോടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ വെള്ളം ഒന്ന് കുറുകി വരുന്ന പാകത്തിന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, എളുപ്പമല്ലേ? നമ്മൾ സാധാരണ പിടിയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ പിടിയുടെ റെസിപ്പി പല രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അവലോസ് പൊടി ഉപയോഗിച്ച് പിടി ഉണ്ടാക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ അപ്പം പൊടി തന്നെ നമ്മൾ വറുത്തിട്ടൊക്കെ സാധാരണ പിടി ഉണ്ടാക്കുന്ന പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എളുപ്പപ്പണിയാണ്. പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലെങ്കിൽ
കറിയൊന്നും വേണ്ടല്ലോ ഇതിന്. നമ്മൾ പിടിയുടെ ഒരു എന്താ പറയുക, ഒരു വേറൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കറിയും വേണ്ട, നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും റെഡി ആയി കഴിഞ്ഞു. എങ്ങനെയുണ്ട്? സിമ്പിളല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇങ്ങനൊരു ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ നമ്മളിനി വേറൊരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കാൻ വേണ്ട, പെട്ടെന്ന് തന്നെ പണിയും കഴിയും. അപ്പോൾ എല്ലാവരും ഈസി ആയിട്ടുള്ള അതേപോലെ തന്നെ വെറൈറ്റിയും ടേസ്റ്റിയൊക്കെ ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻസും അതേപോലെ തന്നെ നിങ്ങളുടെയൊക്കെ ഫീഡ്ബാക്ക് അനുസരിച്ചാണ് നമുക്ക് നമ്മുടെ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ്, ഒരു വെറൈറ്റി പിടി കഴിക്കാൻ പോകാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് വെറൈറ്റി ആയിരുന്ന പോലെ തന്നെ ഇന്നത്തെ വേണമെങ്കിൽ ഒരു ഡിന്നറും വെറൈറ്റി ആണെന്ന് പറയും. കാരണം ലഞ്ച് ഞങ്ങൾ കഴിച്ചില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും വൈകി. കാരണം ശനിയാഴ്ചയാണ് നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ എഴുന്നേക്കാൻ നന്നായിട്ട് താമസിച്ചു. അപ്പോൾ ഞങ്ങൾ എഴുതിയിട്ട് 3 മണി 4 മണിയാകുമ്പോൾ സമയത്തൊക്കെ നമ്മളത് ഫുഡ് ഉണ്ടാക്കിയിട്ട് അങ്ങ് കഴിക്കുകയാണെങ്കിൽ പിന്നെ ഡിന്നർ വേണ്ടല്ലോ. അപ്പോൾ ഞങ്ങളിന്ന് ബോട്ടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഈ സാധനത്തിന് ഇങ്ങനെ തന്നെയാണോ പറയുന്നതെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബീഫിൻ്റെ കുടൽ, ഇൻറ്റസ്റ്റൈനാണ് ബോട്ടി എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ ബീഫിൻ്റെ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇവിടെ ഇതിങ്ങനെ വൃത്തിയാക്കി ഒന്ന് വേവിച്ചിട്ടാണ് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുക. അപ്പോൾ എനിക്ക് വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്ന് കഴുകിയിട്ട് ഒന്നുകൂടെ ഞാനൊന്ന് വിനീഗർ ഇട്ടിട്ട് ഒന്നുകൂടെ കഴുകി. കാരണം അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്, അതെനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്കെന്നല്ല, പൊതുവേ ആർക്കും തന്നെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതിട്ട് ഒന്നുകൂടെ നന്നായിട്ട് കഴുകിയിട്ട് ചെറുതായിട്ട് നുറുക്കിയിട്ട് നമ്മൾ കുക്കറിൽ ഇട്ടേക്കാണ്. ഒന്ന് വേവിച്ചെങ്കിലും നമ്മുടെ ഒരു പാകത്തിന് അത് വെന്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നാട്ടിൽ നമ്മുടെ വീട്ടിലൊക്കെ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് കഴുകി വൃത്തിയാക്കി അത് വേവിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് മെനക്കേടുള്ള പണിയാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ നമുക്ക് വൃത്തിയാക്കി കിട്ടുന്നതുകൊണ്ട് തന്നെ, പിന്നെ ഒന്ന് വേവിച്ചതായതുകൊണ്ട് തന്നെ എനിക്കൊരു 2 വിസിൽ കൊണ്ട് നമ്മുടെ പാകത്തിന് വെന്ത് കിട്ടി. നാട്ടിൽ ഒരു 10-15 വിസിലൊക്കെ എടുത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുക കുക്കറിൽ. അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ബോട്ടിയുടെ കൂടെ പൊറോട്ടയാണ് കഴിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഗ്രിൽ ചിക്കനും കൂടി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു മസാലക്കൂട്ട് തയ്യാറാക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും മല്ലിയിലയും പിന്നെ അതേപോലെ തന്നെ പൊടികളൊക്കെ ചേർത്തിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരല്പം മാത്രം മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ ഇതിൻ്റെയൊക്കെ അളവും അതേപോലെ തന്നെ കംപ്ലീറ്റ് റെസിപ്പി നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള റെസിപ്പി ആയിട്ട് തന്നെ, ഇപ്പോഴും നല്ല കേട്ടോ, പണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എങ്ങനെയാണ് ഓവനിൽ എത്ര ഡിഗ്രിയിലൊക്കെയാണ് തയ്യാറാക്കുന്നതൊക്കെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ എടുത്ത് പറയുന്നില്ല. അപ്പോൾ എന്തെങ്കിലും അളവുകളുടെ കാര്യത്തിലൊക്കെ സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. ഞാനിവിടെ 2 നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. നമ്മുടെ ചെറിയ നാരങ്ങയും അതേപോലെ തന്നെ വലിയ നാരങ്ങയും പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ആ വീഡിയോയിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഞാൻ ഓരോ തവണ ഉണ്ടാക്കുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താറുണ്ട്. എന്നും ഒരേ രുചിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കതൊരു മടുപ്പുണ്ടാക്കത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഓരോ തവണ ഉണ്ടാക്കുമ്പോൾ വരുത്തുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സിയിൽ അത് അടച്ച് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബോട്ടി അവിടെ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കുക്കറും ഓഫ് ചെയ്തു. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് കുറച്ച് കസൂരി മേത്തിയും നമ്മുടെ ചാറ്റ് മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തൈര്, കുരുമുളക് പൊടി, ഇത്രയും മാത്രമേ നമ്മൾ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിപ്പോഴാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കസൂരി മേത്തി ഒന്നും ഈ പറഞ്ഞ പോലെ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇന്നോവേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ആഡ് ചെയ്തതാണ്. അതേപോലെ തന്നെ നല്ല ജീരകത്തിൻ്റെ, പെരിഞ്ജീരകമല്ല, നല്ല ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നത് നല്ലതാണ്. തന്തൂരി മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇവിടെ അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ച ആ പേസ്റ്റ് കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് തൈരും ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇതിലിട്ട് കൊടുത്തിട്ടങ്ങ് നന്നായിട്ടങ്ങ് മാരിനേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ സാധാരണ ഗ്രിൽ ചിക്കനൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ രാവിലെ തന്നെ മാരിനേറ്റ് ചെയ്തിട്ട് വൈകുന്നേരം ഗ്രിൽ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ അല്ലെങ്കിൽ ഉച്ചത്തേക്കൊക്കെയാണ് ഗ്രിൽ ചെയ്യുന്നതെങ്കിൽ തലേ ദിവസം മാരിനേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. തലേന്നേ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ചിക്കനിൻ്റെ അകത്തേക്കൊക്കെ കുറച്ചുകൂടെയൊക്കെ മസാല ഇറങ്ങും കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതെന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിക്കൻ ഫ്രീസറിൽ നിന്ന് ഇറക്കി വെക്കാൻ വൈകിപ്പോയതുകൊണ്ട് മാരിനേറ്റ് ചെയ്യാനും കുറച്ച് വൈകി. അപ്പോൾ ഒരു ഉച്ചയായ പിന്നെയാണ് മാരിനേറ്റ് ചെയ്തത്. അപ്പോൾ അത് ഫ്രിഡ്ജിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇനി നമ്മുടെ ബോട്ടി, ഇന്നത്തെ സ്റ്റാർ നമ്മുടെ ബോട്ടിയാണ് കേട്ടോ. പാനടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പെരിഞ്ജീരകവും അതേപോലെ തന്നെ നല്ല ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുഴുവൻ മല്ലി, നമ്മുടെ വറ്റൽ മുളക്, അത് നമ്മുടെ സാദാ മുളകും ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കാശ്മീരി ചില്ലിയും ചേർക്കുന്നുണ്ട്, എരിവിന് ആവശ്യമായിട്ടുള്ളതും, അതേപോലെ തന്നെ നമ്മുടെ കറിക്കൊരു കളറ് കിട്ടാൻ പാകത്തിനും. പിന്നെ കുരുമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കറിയിലേക്ക് അല്ലാതെ നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. വേറൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ബോട്ടി ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ പൊടികളൊക്കെ വഴറ്റിയിട്ടല്ലേ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചെറിയ ഉള്ളിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മല്ലിയും ജീരകമൊക്കെ നന്നായിട്ട് മൂത്ത് വന്ന ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചുവന്നുള്ളിയും ചേർത്ത് കൊടുത്താൽ മതി. ചുവന്നുള്ളിയുടെയൊക്കെ കളറ് മാറി ഒരു വെള്ള കളറിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് തണുത്ത ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ തന്നെ അങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു വലിയ സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് സവാള ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്ന ശേഷം നമ്മൾ ആദ്യം മല്ലിയും മുളകും അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടി അരച്ച ആ പേസ്റ്റ് നമുക്ക് ഈ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികൾ പ്രത്യേകം നമ്മൾ ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ നമ്മുടെ കുരുമുളകിൽ നിന്നും അതേപോലെ തന്നെ ആ ഉണക്കമുളകിൽ നിന്നുള്ള എരിവാണ് ഈ ഒരു ബോട്ടി ഫ്രൈക്ക് മെയിനായിട്ടും കിട്ടുക. കുരുമുളക് പൊടി നമ്മൾ പിന്നീടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെടുക്കുന്ന ഉണക്കമുളകിൻ്റെ ആ ഒരു എരിവിനനുസരിച്ച് എണ്ണത്തിനൊക്കെ ഏറ്റക്കുറച്ചിലുകൾ വരുത്താനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അതാ ബോട്ടി നന്നായിട്ട് വെന്ത് കിട്ടി. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലേക്കാണ് കേട്ടോ ഇതിന് ബോട്ടി എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ നാടെന്ന് പറയുമ്പോൾ നാട് ഏതാണെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഞങ്ങൾ എറണാകുളം ജില്ലക്കാരാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയാം ഞങ്ങൾ ഇന്ന നാട്ടിൽ നിന്നൊക്കെയാണെന്ന്. അപ്പോൾ പുതുതായിട്ട് വന്നവർക്ക് വേണ്ടി ഞാൻ എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം കൂടെ നമുക്ക് കമൻറ്റ്സ് ഉണ്ടായിരുന്നു, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പറയുമ്പോൾ നിങ്ങൾ നാട് കൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അവർക്ക് അറിയാമെന്ന്. അതുകൊണ്ട് മാത്രം എടുത്തു പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ബോട്ടി വേവിച്ച വെള്ളം നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. അതിൽ നിന്ന് ഊറ്റി മാറ്റിയിട്ട് ആ കഷ്ണങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. നമ്മൾ ആദ്യം സവാളയും അതേപോലെ തന്നെ നമ്മൾ അരച്ച പേസ്റ്റും കൂടിയുള്ള ആ മിക്സ് നന്നായിട്ട് ബോട്ടിയുടെ എല്ലാ ഭാഗത്തും എത്താൻ പാകത്തിനങ്ങ് മിക്സ് ചെയ്തോളുക. അതിനുശേഷം ഞാനൊരു 3 ടേബിൾ സ്പൂണോളം നമ്മുടെ ആ സ്റ്റോക്ക് വാട്ടർ ഉണ്ടല്ലോ, ബോട്ടി വേവിച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടങ്ങ് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. ഇനിയുള്ള എന്താ പറയുക, ഈ ബോട്ടി ഒന്ന് റെഡിയായി വരുന്നത് വരെ കുറച്ച് സമയം എടുക്കും. കാരണം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ വരട്ടിയാണ് ഈ ഒരു ബോട്ടി ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ സാവധാനം വരട്ടി എടുത്ത് കഴിയുമ്പോൾ നല്ല കിട്ടു ടേസ്റ്റിൽ നമ്മുടെ ബോട്ടി ഫ്രൈ റെഡിയാവും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് കുരുമുളക് പൊടിയൊക്കെ കുറവാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിലിടുക. നല്ല അടിപൊളി ബോട്ടി ഫ്രൈ, ഒന്നൊന്നി തൊടാത്ത രീതിയിൽ നല്ല അടിപൊളി ബോട്ടി ഫ്രൈ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, കളറൊക്കെ നന്നായിട്ട് മാറി നല്ല എന്താ പറയുക ഒരു ഡാർക്ക് കളറിലേക്ക് വന്നില്ലേ. അപ്പോൾ ബോട്ടി ചേർത്ത് നമ്മൾ ഇളക്കി യോജിപ്പിച്ച ശേഷം ഇത് ഓൾറെഡി വെന്തിരിക്കുന്നതാണ്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ വരട്ടി വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞങ്ങൾ പൊറോട്ടയാണ് കേട്ടോ കഴിക്കുന്നത്. ഇവിടെ ഫ്രോസൺ കിട്ടുന്ന പൊറോട്ടയാണ്. നമ്മൾ വീട്ടിൽ പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ട്. ആ ഒരു ലോക്ക്ഡൗൺ സമയത്തൊക്കെ 1-2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പിന്നീട് അതിന് ശ്രമിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് നമ്മൾ എണ്ണയും അതേപോലെ തന്നെ മൈദയൊക്കെ നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ നിരത്തുന്ന പണിയല്ലേ. അപ്പോൾ അതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ പിന്നീടൊക്കെ മാക്സിമം ഫ്രോസൺ പൊറോട്ട വാങ്ങിച്ചിട്ട് അത് ചൂടാക്കുകയാണ് പതിവ്. അപ്പോൾ നിങ്ങൾക്കിനി റെസിപ്പി വേണം എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഫ്രോസൺ പൊറോട്ട എങ്ങനെ റെഡിയാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. തവ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്ത പൊറോട്ട തിരിച്ചും മറിച്ചിടുക. നമ്മൾ വേറെ ഓയിലോ അല്ലെങ്കിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ പൊറോട്ടയിൽ തന്നെ ആവശ്യത്തിലധികം എണ്ണയുള്ളത് കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് എണ്ണയൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് 2-3 ഒക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടങ്ങ് അടിച്ചങ്ങ് ഒതുക്കുക. അപ്പോൾ ആ ലെയർ തിരിഞ്ഞ് വരും. എനിക്ക് ഈ പണി നന്നായിട്ട് അറിയത്തില്ല. അത് സാധാരണ ഇച്ചാനാണ് ചെയ്യാറ്. നല്ല ചൂട് പൊറോട്ട വേണേ. പൊറോട്ട തണുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒതുക്കി കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് പാകം കിട്ടത്തില്ല. നല്ല ചൂടോടുകൂടി ഒരു 2-3-4 പൊറോട്ട ചേർത്ത് വെച്ചിട്ട് നന്നായിട്ടങ്ങ് ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൊറോട്ട ഇങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ വിട്ട് കിട്ടും. അപ്പം നല്ല ബോട്ടി ഫ്രൈയും ചൂട് പൊറോട്ടയും ഗ്രിൽ ചിക്കനുമാണ് ഇന്നത്തെ ഒരു ലഞ്ച് കം ഡിന്നർ എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ കഴിച്ചത് ഒരു 5 മണി സമയത്താണ് കേട്ടോ. അപ്പോൾ നല്ല കിട്ട് കോമ്പിനേഷനാണ്.
അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഈ ഒരു എന്താ പറയുക ബോട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അങ്ങനെ എപ്പോഴും നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒന്നല്ലാന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒന്ന് ഈ റെസിപ്പി വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഗ്രില്ല് ചെയ്യാൻ നേരത്ത് ആ ഓവനിൽ താഴത്തെ ട്രെയിൽ അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യും കേട്ടോ. കാരണം ഈ ചിക്കനിൽ നിന്നുള്ള നെയ്യും അല്ലെങ്കിൽ ആ എണ്ണയൊക്കെ ഈ ട്രെയിലേക്ക് വീഴുമല്ലോ. അപ്പോൾ നമുക്ക് പിന്നീട് ട്രേ വൃത്തിയാക്കാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ ചിക്കനെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് മേളിൽ നിന്നും താഴെ നിന്നും ആ ഒരു വേവുന്ന രീതിയിലുള്ള ബേക്കിംഗ് എന്നുള്ള ആ മോഡിലിട്ടിട്ട് ഒരു 250 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10-15 മിനിറ്റോളം ഒരു സൈഡ് വയ്ക്കും. എന്നിട്ട് തിരിച്ചിട്ട് മറു സൈഡും വയ്ക്കും. അതിനുശേഷം 2 വശം നന്നായിട്ട് വെന്ത ശേഷമാണ് നമ്മൾ ഗ്രിൽ മോഡിൽ ഒരു 5-10 മിനിറ്റ് ഇതേപോലെ തന്നെ തിരിച്ച് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഗ്രിൽ ചിക്കൻ റെഡിയായി കഴിയും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പാത്രങ്ങളൊന്നും അധികം നിരത്തി മെനക്കെടണ്ട. അതേപോലെ തന്നെ ഹെൽത്തിയുമാണെന്ന് വേണമെങ്കിൽ പറയാമല്ലോ. ഓൾറെഡി ചിക്കനിൽ നിന്നുള്ള നെയ്യും ഇതൊക്കെ ഉരുകി താഴോട്ട് പോയിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ എണ്ണയിലൊന്നും വറുത്തെടുക്കുക അങ്ങനെയൊന്നും അല്ല. അതുകൊണ്ട് നമ്മുടെ വറുത്ത ചിക്കനേക്കാളും എന്തുകൊണ്ടും ഹെൽത്തിയാണ് നമ്മുടെ ഗ്രിൽ ചിക്കൻ. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഗ്രിൽ ചിക്കൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുള്ളത് കൊണ്ട് ഇനി കൂടുതൽ ഗ്രില്ല് ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ ഇതായിരുന്നു. നല്ല ഗ്രിൽ ചിക്കനും ബോട്ടി ഫ്രൈയും പൊറോട്ടയും. എങ്ങനെയുണ്ട്? കിടുവല്ലേ? അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ട്രൈ ചെയ്യുന്ന ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ബോട്ടി കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നല്ല അടിപൊളി റെസിപ്പീസും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. അതുവരെ ബൈ.